അടിയിടി വെടിപ്പുക എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ അർജുൻ സർജ തന്റെ അനന്തരവന് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു മലങ്കൾട്ട് അപരാധമാണ് മാർട്ടിൻ അഥവാ പേപ്പട്ടിമാൻ. ഈ പടത്തിൽ പ്രധാനമായി നടക്കുന്ന ഒരു സംഭവമുണ്ട്, ദേ കണ്ടു നോക്ക്. നിനക്ക് ഇത് നിനക്കെന്താ അസുഖം? അപ്പോൾ പടം നടക്കുന്നത് അങ്ങ് ദൂരെ പാകിസ്ഥാനിലാണ്. അവിടെ നമ്മുടെ നായകൻ വെടിവെച്ച് കുറെ എണ്ണത്തിനെ കൊല്ലുന്നത് കണ്ട് നീ ജെയിംസ് ബോണ്ട് എന്ന് പറയാനിരുന്നപ്പോൾ തിരിച്ചു കിട്ടിയ ഒരു വെടിയിൽ അണ്ണൻ 16ാമത്തെ നിലയിൽ നിന്ന് വീണ് ആശുപത്രിയിലാകും. പിന്നെ ആശുപത്രിയിലായ നമ്മുടെ നായകനെ എല്ലാവരും ചേർന്ന് രക്ഷിച്ചിട്ട് ഓർമ്മ പോകാനായി ഒരു മരുന്ന് അങ്ങോട്ട് കുത്തിവയ്ക്കും. അതോടെയാണ് നമ്മുടെ നായകൻ പേപ്പട്ടിമാൻ ആകുന്നത്. പിന്നെ ഓർമ്മ പോയ നമ്മുടെ നായകനെ നേരെ തൂക്കിയെടുത്ത് പാകിസ്ഥാൻ ജയിലിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ പോയിട്ട് ഈ ചങ്ങായി അവിടെയുള്ള കുറെ എണ്ണത്തിന്റെ അടി വാങ്ങി കൂട്ടിയിട്ട് തനിക്ക് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെയും കുളിപ്പിച്ച് വിടും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തിയിട്ട് നമ്മുടെ നായകൻ ഒരു ഇന്റർവ്യൂവിലൊക്കെ പോയി ഇരുന്നിട്ട് വീണ്ടും അമറും. അങ്ങനെ ഇന്റർവ്യൂവിലെ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഷൈൻ ടോമിന്റെ ബാധ കയറിയ നമ്മുടെ നായകൻ ഇന്റർവ്യൂ റൂം തീ വെച്ച് ചാടിപ്പോകും. അടുത്ത സീനിൽ അവിടെ നിന്ന് ചാടിപ്പോയ അണ്ണൻ ബൈ ഓൺ ഗെറ്റ് ഓൺ ഫ്രീ ഓഫർ നടക്കുന്ന തോക്ക് മാർക്കറ്റിൽ പോയി തന്റെ ദേഹത്ത് കൊണ്ട ബുള്ളറ്റ് ഏത് തോക്കിൽ നിന്ന് വന്നതാണെന്ന് അന്വേഷിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പൻ പറയും ഇത് ഗാങ്സ്റ്ററുടെ തോക്കിൽ നിന്ന് വന്ന ബുള്ളറ്റ് ആണെന്ന്. എന്നിട്ട് ആ ഗാങ്സ്റ്ററിനെ അന്വേഷിച്ച് സ്ത്രീ വിഷയത്തിൽ തൽപ്പനായ നായകൻ പബ്ബിലൊക്കെ പോയി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ ഒരുവിധം തപ്പിപ്പിടിച്ച് ക്ലൂ ഒക്കെ കണ്ടെത്തിയ നായകൻ ഇന്ത്യയിലേക്ക് വണ്ടി കയറും. പിന്നെ വെളിവെല്ലാം പോയി വെളിവ് തിരിച്ചു കിട്ടാൻ ഇന്ത്യയിലേക്ക് വന്ന അണ്ണൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് സീനിലൂടെ ആകും കാണിക്കുക. ഫ്ലാഷ് ബാക്ക് സീനിൽ നായിക പണ്ട് ഹിമാലയത്തിൽ മഞ്ഞ് വാരാൻ പോയ സമയത്ത് അവിടെ ഒരു മഞ്ഞിടിച്ചിൽ വന്നപ്പോൾ നമ്മുടെ നായകൻ രക്ഷകൻ സ്റ്റാർ കളിച്ചത്രേ. സംഭവം നായികയുടെ അച്ഛൻ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇവിടെ വെച്ചാണ് മരിച്ചത്. പിന്നെ നായകനെ പൊക്കിയടിക്കാൻ ആരെങ്കിലും ഒക്കെ വരണമല്ലോ. അതിനുവേണ്ടി എവിടെ നിന്നോ കുറച്ച് പട്ടാളക്കാർ വന്ന് നായകൻ അർജുനെ പൊക്കിയടിക്കും. വാലന്റൈൻസ് ഡേയെ കുറിച്ച് ഓർക്കേണ്ട ഈ പ്രായത്തിൽ സോൾജിയേഴ്സ് ഡേയെ കുറിച്ച് ഓർമ്മിച്ച് എല്ലാ വർഷവും മുടക്കം വരാതെ ഈ ബോർഡറും ക്രോസ് ചെയ്ത് വന്ന് POK ഏരിയ കയറി നമ്മുടെ നാഷണൽ ഫ്ലാഗും ഉയർത്തി നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര യോദ്ധാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നുണ്ടല്ലോ. I am really proud of you. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മതിൽ ചാടി മാങ്ങ പറിച്ചിട്ട് വരും പോലെ എത്ര നിസ്സാരമായ കാര്യം. പിന്നെ നായകനും നായികയും സെറ്റാവും. അടുത്ത നാട്ടിലേക്ക് വന്ന നായകൻ മാർട്ടിൻ എന്ന ഒരാൾ തന്റെ കൂട്ടുകാരെ എല്ലാം കൊന്നു എന്നറിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ ഇതൊക്കെയോ കുറെ എണ്ണം ഇവരെ എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ നായകൻ ന്യൂട്ടൻ തോറ്റുപോകുന്ന രീതിയിലുള്ള ഫൈറ്റും കാഴ്ചവെച്ചിട്ട് ഒരു കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്നിട്ട് പറയും സംഭവം ഇവനാണത്രേ മാർട്ടിൻ. കൊലകൊല്ലു ട്വിസ്റ്റ്. ക്ലാപ്സ് ഗോ. അങ്ങനെ അടുത്ത സീനിലാണ് യഥാർത്ഥ അർജുനെ കാണിക്കുക. പിന്നെ മാർട്ടിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ഏതൊരു കല്യാണ സെറ്റിൽ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ കൊണയടിച്ച് രാത്രി കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടിയുടെ ബിസ്ക്കറ്റും അതിന്റെ വായിൽ നിന്ന് തന്നെ കടിച്ചു പറിച്ചു തിന്നും. വലിയ ഗാങ്സ്റ്റർ ആണത്രേ. രാത്രി കഴിക്കാനുള്ള വക പോലും ഇല്ല. പിന്നെ അടുത്ത സീനിൽ മാർട്ടിൻ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അർജുനും പുറകെ വിട്ടു. അവിടെ നടന്ന ഒരു ഷൂട്ടൌട്ടിലാണ് രണ്ടിന്റെയും ബോധം പോയത്. പിന്നെ മരിച്ചു കിടക്കുന്ന ആളെ വെറുതെ വിടുന്ന സ്വഭാവം ഈ ചങ്ങായിക്കില്ല കേട്ടോ. ഇന്ത്യൻ നാഷണൽ ബേർഡ് ഏതാ? സംസാരിക്കുന്നില്ലല്ലേ? എങ്കിൽ ഞാൻ സംസാരിപ്പിക്കാം. താനൊരു കാര്യം ചെയ്യും, നല്ല ബലാകുളിച്ചാതി എണ്ണ നമ്മുടെ സ്റ്റോളിരിപ്പുണ്ട്. അത് കുറച്ചെടുത്തിട്ട് തന്റെ തലയിൽ നല്ലവണ്ണം പൊത്തിട്ട് ആ പട്ടറ വളർത്തിപ്പ് മുങ്ങിക്കുളിക്കാം. അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എങ്ങനെയോ ക്ലൈമാക്സ് ആയി. ക്ലൈമാക്സ് സീനിൽ കുറെ കണ്ടെയ്നേഴ്സ് നായകൻ അർജുൻ കൊണ്ടുവരുന്ന വഴി അതെല്ലാം തട്ടിയെടുക്കാൻ വില്ലൻ ഗ്യാങ് ഒരു കൊണച്ച ചേസ് അങ്ങോട്ട് നടത്തും. അങ്ങനെ ഈ ചേസ് എല്ലാം കഴിയുമ്പോൾ മെയിൻ വില്ലൻ വരും. ബൈ ദ വേ ഞാൻ പറയാൻ മറന്നു, നായകൻ അർജുൻ കൊണ്ടുവന്ന കണ്ടെയ്നേഴ്സ് നിറയെ ഡ്രഗ്സ് ആണ്. അതിന്റെ ഓണറാണ് ഈ മെയിൻ വില്ലൻ. അങ്ങനെ ഈ മെയിൻ വില്ലനെ കാണുമ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ഈ മെയിൻ വില്ലനെയും തട്ടി ആ കണ്ടെയ്നേഴ്സ് എല്ലാം നശിപ്പിച്ച് മാർട്ടിൻ അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഒരു പൂളിൽ കിടന്ന് കുറെ പെണ്ണുങ്ങളുമായി ഉല്ലസിച്ച് റൈനോ എന്നൊക്കെ വിളിച്ചു കൂവി ഒരു സെക്കൻഡ് പാർട്ടിന്റെ ലീഡൊക്കെ ഇട്ടിട്ടാണ് പടം തീരുക. അങ്ങനെ അർജുന്റെ കുടുംബക്കാരെല്ലാം കൂടി പ്രേക്ഷകരെ വെറുപ്പിച്ച് ഈ ഒരു പടം ബോംബിട്ടിട്ടുണ്ട്. മുടക്കിയത് 80 കോടി, തിരിച്ചു കിട്ടിയത് 25 കോടി. ഈ പടമെല്ലാം തിയേറ്ററിൽ പോയി കണ്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.